ബോൾ നമ്മൾ മുകളിലോട്ട് എറിഞ്ഞു അല്ലേ, ബോൾ നമ്മൾ മുകളിലേക്ക് എറിഞ്ഞു, കുറച്ച് കഴിഞ്ഞപ്പോൾ താഴത്തേക്ക് വന്നു. എന്തായിരിക്കും ഇതിനുള്ള റീസൺ? നമ്മൾ മുകളിലേക്ക് എറിഞ്ഞാൽ മുകളിലേക്ക് തന്നെയല്ലേ പോകേണ്ടത്, എന്തുകൊണ്ടായിരിക്കും ഇത് താഴത്തേക്ക് വരുന്നത്? അതിനൊറ്റ ഉത്തരവേ ഉള്ളൂ, എന്താണ്? ഗ്രാവിറ്റി അല്ലേ. സോ നമ്മൾ ഇന്നത്തെ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് ഗ്രാവിറ്റേഷനെ പറ്റിയിട്ടാണ്. സോ ഹായ് ഫ്രണ്ട്സ്, ലെറ്റ്സ് മൂവ് ഇൻ ടു അവർ ചാപ്റ്റർ ഗ്രാവിറ്റേഷൻ. സോ നമുക്കിത് കോമൺലി അറിയാം, ഒരു വസ്തുവിനെ മേൽപോട്ട് എറിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അത് എന്ത് ചെയ്യും, താഴത്തേക്ക് വരും എന്നുള്ളത്. സോ എന്തുകൊണ്ടായിരിക്കും ഇത് താഴത്തേക്ക് വരുന്നത് എന്ന് കണ്ടുപിടിച്ച ആളാണ് ഐസക് ന്യൂട്ടൺ. സോ നിങ്ങൾ ഫേമസ്ലി എല്ലാവർക്കും കേട്ടുകളില്ല, ഭയങ്കര ഫേമസ് ആയിട്ടുള്ള കാര്യമാണ്. ന്യൂട്ടൺ ഒരു മരത്തിൻ്റെ താഴെ ഇരിക്കുകയായിരുന്നു, അപ്പോൾ എന്ത് താഴത്തേക്ക് വീണു? ആപ്പിൾ താഴെ വീണു അല്ലേ. നമ്മൾ തന്നെ കൗണ്ടർ അടിച്ച് കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, സോ ഇങ്ങൾക്ക് ഇതൊക്കെ കണ്ടുപിടിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ എന്നുള്ളത് അല്ലേ. സോ സെയിം വേ ഇങ്ങനെയാണ് ന്യൂട്ടൺ എന്ത് ചെയ്തത്, ആപ്പിൾ താഴത്തേക്ക് വീണപ്പോഴത്തേക്കും ന്യൂട്ടൺ ആലോചിച്ചു, ഈ ആപ്പിൾ എങ്ങനെ താഴത്തേക്ക് വീണു, എന്തുകൊണ്ടത് മുകളിലേക്ക് പോയില്ല? ഇപ്പോൾ ഏർത്താണ് ഇതിനെ അട്രാക്ട് ചെയ്തതെങ്കിൽ എന്തുകൊണ്ട് തിരിച്ചൊരു അട്രാക്ഷൻ സംഭവിക്കുന്നില്ല? ഇപ്പോൾ ഏർത്ത് ആപ്പിളിനെ അട്രാക്ട് ചെയ്തു, അങ്ങനെയാണെങ്കിൽ ആപ്പിളും ഏർത്തിനെ അട്രാക്ട് ചെയ്യണ്ടേ, എന്തുകൊണ്ട് ഇത് നടക്കാത്തേ എന്ന് പുള്ളി ആലോചിച്ച് അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ കിട്ടുന്നത്. സോ ഇന്ന് നമ്മൾ ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്രാവിറ്റേഷൻ, ഈ ന്യൂട്ടൻ്റെ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ, പിന്നെ ചെറിയ റിയൽ ലൈഫ് എക്സാമ്പിൾസ് മാത്രമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഐക്കണുമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഫെമിലിയർ, ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഇത് ഇൻഡിക്കേറ്റ് ചെയ്യണം എന്ത് സാധനമാണ്, ഗ്രാവിറ്റേഷൻ ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ കാര്യമാണ്. നെക്സ്റ്റ് വൺ, ഇതേപോലെ തന്നെ നിങ്ങൾ എപ്പോഴും ആലോചിക്കാൻ പറ്റുന്നൊരു കാര്യം, മഴ പെയ്യുമ്പോൾ ഈ മഴത്തുള്ളിലെല്ലാം താഴത്തേക്കാണ് വരുന്നത്, ഇതൊന്നും തിരിച്ച് റിവേഴ്സ് ഡയറക്ഷനിൽ മുകളിലേക്ക് പോകുന്നില്ല. വൈ? അതിന് റീസൺ ഇത് തന്നെയാണ്, എന്ത്? ഗ്രാവിറ്റേഷൻ. ഓക്കെ, നെക്സ്റ്റ് വൺ, ഒരു ബോൾ ഇപ്പോൾ ഞാനിപ്പോൾ എറിഞ്ഞ് നിങ്ങളെ കാണിച്ചില്ലേ, ആ ബോൾ മുകളിലേക്ക് എറിഞ്ഞു, ഒരു ഫിക്സഡ് ടൈം കഴിഞ്ഞപ്പോഴത്തേക്ക് അതെന്ത് ചെയ്തു, താഴത്തേക്കും വന്നു. ഓക്കെ, എന്തായിരിക്കും ഇതിനുള്ള റീസൺ? സെയിം ഗ്രാവിറ്റേഷൻ തന്നെയാണ് ഇതിനായിട്ടുള്ള സെയിം റീസൺ. നൗ ലെറ്റ്സ് മൂവ് ഓൺ. ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ഇറ്റ് ഈസ് സിമ്പിൾ. ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളെയും ഭൂമി അട്രാക്ട് ചെയ്യുന്നുണ്ട്, ഭൂമി ആകർഷിക്കുന്നുണ്ട്, അതിനെയാണ് ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. അത് ചെറുതെന്നല്ല വലുതെന്നില്ല, എല്ലാ വസ്തുക്കളെയും ഭൂമി എന്ത് ചെയ്യുന്നുണ്ട്, അട്രാക്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ്, ഏത് ഫോഴ്സ് വെച്ചിട്ടാണോ അട്രാക്ട് ചെയ്യുന്നത് ആ ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി. The earth attracts all objects towards its center. This force of attraction is the force of gravity. So ഇത്ര നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ. Now next നമുക്ക് അറിയേണ്ടത് എന്തൊക്കെയാണ് ഈ പറഞ്ഞ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ എഫക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കൊരു ചെറിയ കല്ല് ഇമേജ് കാണിച്ചാൽ, ഒരു ചെറിയൊരു കല്ലുകൊണ്ട് ഒരു വലിയ കല്ലുകൊണ്ട് സ്പ്രിംഗ് ബാലൻസ് എടുക്കുക. സ്പ്രിംഗ് ബാലൻസിൽ ഇതിന് മെഷർ ചെയ്യുന്ന വെയിറ്റ് ആയിരിക്കില്ല ഇതിൽ മെഷർ ചെയ്യുന്നത്. ഇതൊക്കെ പോട്ടെ, ഒരു സാധനം നമ്മൾ രണ്ടും സെയിം ഹൈറ്റ് ചെയ്ത് ഒരു ചെറിയ കല്ലിടുമ്പോഴത്തേക്കും വലിയ കല്ലിടുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ഇമ്പാക്റ്റും വളരെയധികം ഡിഫറെൻ്റ് ആണ്. സോ അതിന് നമുക്ക് എന്ത് മനസ്സിലായി, അതിനെ മാസ് എത്രയാണോ അതിൻ്റെ മാസ് അതിനെ എന്ത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി. മാസിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി നമ്മൾ പറയുന്നത്. സോ മാസ് കൂടുതലാണെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സും കൂടുതലാണ്, മാസ് കുറവാണെങ്കിൽ ഗ്രാവിറ്റേഷണൽ മാസും കുറവാണ്. ഓക്കെ, സോ മാസ് കൂടുതലാണെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൂടുതലാണ്, മാസ് കുറവാണെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്താണ്, കുറവാണ്. നൗ ഇത് ആദ്യത്തെ ഒരു ഫാക്ടർ. സോ നമുക്ക് ഇപ്പോൾ മനസ്സിലായി മാസ് എന്ന് പറയുന്നത് ഒരു ഫാക്ടറാണ്, എന്തിൻ്റെ, ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റിനെ അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് മാസ്. രണ്ട് വസ്തുക്കൾ തമ്മിലാണല്ലോ ഈ അട്രാക്ഷൻ നമ്മൾ പറഞ്ഞത്. സോ ഇത് തമ്മിലുള്ള അകലം നമുക്ക് തന്നെ അറിയാം. ഫോർ സപ്പോസ് ഇപ്പോൾ നമ്മൾ ഇവിടെ ഒരു മാഗ്നറ്റ് വെച്ചു, ഇവിടെ അയണെങ്കിൽസ് വെച്ചാൽ പെട്ടെന്ന് അട്രാക്ട് ചെയ്യും അല്ലേ. കുറേ ദൂരെയാണ് വെക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കും, ഡിസ്റ്റൻസ് കൂടുന്തോറും ഇതിൻ്റെ അട്രാക്ഷനും കുറയും. സെയിം തന്നെയാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിലും വരിക. എപ്പോഴാണോ ഈ രണ്ട് വസ്തുക്കൾ തമ്മിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട് M1, ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട് M2. ഓക്കെ, ഈ രണ്ട് മാസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടുന്തോറും, ഇതിപ്പോൾ നമ്മൾ R1 ആണെന്ന് വിചാരിക്കൂ, ഈ കേസിൽ നമ്മൾ അനുഭവപ്പെടുന്ന ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റീനേക്കാളും കൂടുതലായിരിക്കും ഇത് രണ്ടും തമ്മിൽ തീരെ ഡിസ്റ്റൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ. ഓക്കെ, സോ ഡിസ്റ്റൻസ് കൂടുന്തോറും, അതായത് അകലം കൂടുന്തോറും ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നതും എന്ത് ചെയ്യും, കുറയും. നേരെ തിരിച്ചാണ് കേട്ടോ, ഡിസ്റ്റൻസ് കൂടുമ്പോൾ എഫക്റ്റ് കുറയും എന്നാണ് നമ്മൾ പഠിച്ചത്. മാസിൻ്റെ കേസിൽ അങ്ങനെയല്ല, ഡിറക്റ്റ് ബന്ധമാണ്, മാസ് കൂടി ഗ്രാവിറ്റേഷണൽ ഫോഴ്സും കൂടി. ഡിസ്റ്റൻ്റെ കേസിലോ ഇൻവേഴ്സ് ബന്ധം, അതായത് എന്ത് ചെയ്യുന്നു, ഡിസ്റ്റൻസ് കൂടി അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കുറഞ്ഞു. അപ്പോൾ ഏതൊക്കെ ഫാക്ടേഴ്സാണ് ഈ പറഞ്ഞ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ദ മാസ് ഓഫ് ദി ഒബ്ജക്ട്സ്. ഏതൊക്കെയാണോ ഒബ്ജക്ട്സ് അതിൻ്റെ മാസ്,
രണ്ട് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം, അത് തമ്മിലുള്ള ഡിസ്റ്റൻസ്, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ദിസ് മച്ച് ക്ലിയർ? നൗ ലെറ്റ്സ് മൂവ് ഓൺ. ഇനിയാണ് നമുക്ക് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കാനുള്ളത്. എന്താ? യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. എന്തുകൊണ്ട് തന്നെ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്നത് ഇത് എല്ലാ വസ്തുക്കൾക്കും ഒരുപോലെ ആപ്ലിക്കബിൾ ആണ്. അതുകൊണ്ടാണ് അതിനെന്തെന്ന് പറയുന്നത് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്നത്. എന്താ സ്റ്റേറ്റ് ചെയ്യണമെന്ന് നോക്കാം. ഓൾ ബോഡീസ് ഇൻ ദ യൂണിവേഴ്സ് അട്രാക്ട് ഈച്ച് അതർ. ഈ യൂണിവേഴ്സിലുള്ള, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും എന്ത് ചെയ്യും? അങ്ങോട്ടും ഇങ്ങോട്ടും അട്രാക്ട് ചെയ്യും. നൗ ദ ഫോഴ്സ് ഓഫ് മ്യൂച്വൽ അട്രാക്ഷൻ ബിറ്റ്വീൻ ടു ബോഡീസ് is directly proportional to the product of their masses. See, to the product of their masses and inversely proportional to the square of the distance between them. So മാസിനോട് ഡയറക്ട്ലി പ്രപ്പോർഷനിലും അതേപോലെ ഡിസ്റ്റൻസിനോട് ഇൻവേഴ്സ്ലി പ്രപ്പോർഷനിലുമാണ്. ഫോർ സപ്പോസ് നമ്മൾ രണ്ട് ഒബ്ജക്ട്സ് എടുക്കുന്നു. ഒരെണ്ണത്തിൻ്റെ മാസ് നമ്മൾ m1 ആയിട്ട് കൺസിഡർ ചെയ്തു, അടുത്തതിൻ്റെ മാസ് നമ്മൾ എത്രയായിട്ട് കൺസിഡർ ചെയ്തു? m2 ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു? കൺസിഡർ ചെയ്തു എന്ന് വിചാരിക്കുക. ഇത് രണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? r1 എന്ന് നമ്മൾ കൺസിഡർ ചെയ്തു. സോ ദിസ് ഈസ് m1 ആൻഡ് ദിസ് ഈസ് m2. ഇതിനിടയിലുള്ള എന്താണ് ഡിസ്റ്റൻസ് നമ്മൾ r1 ആയിട്ട് എടുത്തു. ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് അത് എന്തിനോട് പ്രപ്പോർഷണൽ ആയിരിക്കും എന്നാണ് പറഞ്ഞത്? ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദ പ്രൊഡക്റ്റ് ഓഫ് ദിയർ മാസസ്. മാസസ് ഏതൊക്കെയാ? m1 ആൻഡ് m2. സോ ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു പ്രൊഡക്റ്റ് ഓഫ് m1 ആൻഡ് m2. Okay. Now it is inversely proportional to the square of the distance between them. അപ്പോൾ this is inversely എന്ന് കാണിക്കാൻ നമ്മൾ എന്ത് ചെയ്തു? 1 ഡിസ്റ്റൻസ്. ഇപ്പോൾ സപ്പോസ് നമ്മൾ എടുത്തിട്ടുള്ളത് ഡിയോ ആറോ എന്ത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. ലെറ്റ്സ് ടേക്ക് ഇറ്റ് as ഡി. ഓക്കെ, സോ ഡി ആണ് നമ്മൾ എടുക്കുന്ന ഡിസ്റ്റൻസ് എങ്കിൽ ദിസ് ഈസ് സിംപ്ലി d1 സ്ക്വയർ. ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? എഫ് ഇസ് പ്രപ്പോർഷണൽ ടു m1 m2 by d1 സ്ക്വയർ. ഈ പ്രപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളൊരു കോൺസ്റ്റൻറ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ആ കോൺസ്റ്റൻ്റെ പേരാണ് എന്താ? ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ്, ക്യാപിറ്റൽ ലെറ്റർ g m1 m2 by d1 whole square, where the value of g is 6.67 into 10 raised to minus 11 Newton meter square kilogram square. Okay, is this much clear? ഇതിനാണ് എന്തെന്ന് പറയുന്നത്? യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. മറക്കരുത്, ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ഇറ്റ് ഇസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദ പ്രൊഡക്റ്റ് ഓഫ് ദിയർ മാസസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ. ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി. ഇപ്പോൾ നമ്മൾ ഈ പഠിച്ച ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും ഇത് എല്ലായിടത്തും നമ്മൾ നേരത്തെ പറഞ്ഞു മാസിനെ ഡിപ്പെൻഡ് ചെയ്യും എന്ന് പഠിച്ചു. അതേപോലെ തന്നെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ കേസാണ് നമ്മൾ പറയുന്നത്. അത് മാസിനെ ഡിപ്പെൻഡ് ചെയ്യും, രണ്ട് വസ്തുക്കളുടെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യും. അതേപോലെ തന്നെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം, അത് തമ്മിലുള്ള അകലത്തെയും ഡിപ്പെൻഡ് ചെയ്യും. ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഗ്രാവിറ്റി. എന്താണ് ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ഗ്രാവിറ്റിയും തമ്മിലുള്ള വ്യത്യാസം? നേരത്തെ നമ്മൾ രണ്ട് ഒബ്ജക്റ്റാണ് കൺസിഡർ ചെയ്തത് അല്ലേ? ദേ വർ ടു ഡിഫറെൻറ്റ് ഒബ്ജക്ട്സ് m1 ആൻഡ് m2. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ എന്താ കൺസിഡർ ചെയ്യുള്ളൂ? ഒരെണ്ണം ഏർത്തും ഒരെണ്ണം മറ്റൊരു ഒബ്ജക്റ്റ്. അതായത് ഏർത്ത് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ഓഫ് അട്രാക്ഷനെയാണ്, അല്ലെങ്കിൽ തിരിച്ചുള്ള അട്രാക്ഷനെയാണ് നമ്മൾ എന്തെന്നാണ് പറയുന്നത്? ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി. അതായത് ഒരു ഒബ്ജക്റ്റ് ഏർത്ത് ആയിരിക്കും. ഓക്കെ, സോ അങ്ങനെയാണ് നമുക്കറിയാം ഏർത്തിൻ്റെ മാസ്. ലെറ്റ്സ് ടേക്ക് ഇറ്റ് ടു ബി എം, ക്യാപിറ്റൽ ലെറ്റർ എം. മറ്റേ ഇതാണ് കേട്ടോ ഏർത്ത്. അപ്പോൾ ഇത് നമ്മൾ ഏർത്തിൻ്റെ മാസ്സായിട്ട് എടുത്തു. ഓക്കെ, അടുത്ത ഒബ്ജക്റ്റിന് നമ്മൾ എന്തായിട്ട് എടുത്തു? സ്മോൾ ലെറ്റർ എം ആയിട്ട് എടുത്തു. സോ ഇത് തമ്മിലുള്ള അട്രാക്ഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി എന്ന് വിളിക്കുക. സോ വാട്ട് വിൽ ദാറ്റ് ബി? ദാറ്റ് ഈസ് എഫ്. നമ്മളിപ്പോൾ പറഞ്ഞാൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇസ് ഈക്വൽ ടു ജി എം എം ബൈ, ഇപ്പോൾ ഡിസ്റ്റൻസ് നമുക്കറിയാം ഏർത്തിൻ്റെ റേഡിയസിൽ നമ്മൾ എടുക്കുക. സോ അങ്ങനെയാണെങ്കിൽ വി ക്യാൻ ടേക്ക് ഇറ്റ് ടു ബി ആർ സ്ക്വയർ. ഓക്കെ, ഓക്കെ, ഇസ് ദാറ്റ് ക്ലിയർ? വെർ ആർ ഇസ് ദ റേഡിയസ് ഓഫ് ദി എർത്ത്. സോ ഒരു ഒബ്ജക്റ്റും എന്താ പറയുക, ഒരു ഒബ്ജക്റ്റും ഏർത്തും നമ്മൾ അട്രാക്ഷൻ വരുമ്പോഴാണ് ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുക. അപ്പോഴത്തേക്ക് മാസ് എന്തായി? മാസ് ഒരു ഒബ്ജക്റ്റിൻ്റെ മാസ് എന്ന് പറയുന്നത് മാസ് ഓഫ് ദി എർത്തായി മാറും. സോ വിച്ച് ഇസ് ജി എം എം ബൈ ആർ സ്ക്വയർ എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, ഇനി എർത്ത് മൊത്തത്തിൽ സ്ഫെറിക്കൽ ഷേപ്പ് ആണോ? അതായത് എല്ലായിടത്തേക്കും ഉള്ള ദൂരം സെയിം ആണോ? അല്ല അല്ലേ. ഇക്വേറ്ററിലേക്കാണ് ഏറ്റവും കൂടുതൽ ഡിസ്റ്റൻസ്, പോളിലാണ് കുറവ് ഡിസ്റ്റൻസ്. ഇക്വേറ്ററിൽ കൂടുതൽ ഡിസ്റ്റൻസും പോളിൽ കുറവ് ഡിസ്റ്റൻസുമാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അനുഭവപ്പെടുന്നത് എവിടെയായിരിക്കും? എനി ഐഡിയ? ഇവിടെയാണ് എന്ത് കൂടുതൽ? ഡിസ്റ്റൻസ് കൂടുതൽ അല്ലേ. സോ ഇവിടെ ആറിൻ്റെ വാല്യൂ കൂടി, അപ്പോൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ത് ചെയ്യും?
കുറയും, ഇൻവേഴ്സ്ലി പ്രപ്പോർഷൻ അല്ലേ. സോ ഇക്വേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഗ്രാവിറ്റേഷണൽ മീൻസ് ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി കുറവും, അതേസമയം പോൾസിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി എന്തുമായിരിക്കും, കൂടുതലുമായിരിക്കും. കാര്യം ഡിസ്റ്റൻസ് കുറവായതുകൊണ്ടിട്ട്. ഓക്കെ, ഇനി നമുക്ക് നേരത്തെ നമ്മൾ ഈ തൊട്ട് മുന്നത്തെ ചാപ്റ്ററിൽ പഠിച്ചതായിട്ട് നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. ആ ചാപ്റ്ററിന് ലിങ്ക് ബയോയിൽ ഇട്ടിട്ടുണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ അതിനകത്ത് ഫോഴ്സസും ന്യൂട്ടൺസ് ലോസും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, മോഷൻ ആൻഡ് ലോസ് ഓഫ് മോഷൻ. സോ ഇതിനകത്ത് ഈ ചാപ്റ്ററിൽ ആ ചാപ്റ്ററിൽ നമ്മൾ ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബയോയിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ കയറി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതെല്ലാം ഒന്നും കൂടെ എന്ത് ചെയ്യാൻ പറ്റും, കണക്ട് ചെയ്ത് എടുക്കാൻ പറ്റും. ഓക്കെ, സോ ഈ കേസിൽ വരുമ്പോഴത്തേക്ക് നമ്മൾ എടുക്കാൻ പോകുന്ന സെക്കൻഡ് ലോ ആണ്. സെക്കൻഡ് ലോയിൽ നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്, ഫോഴ്സ് ഇസ് ഈക്വലൻ ടു എഫ് ഇസ് ഈക്വൽ ടു എം എ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഇല്ലേ. എഫ് ഇസ് ഈക്വൽ ടു എം എ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ വാട്ട് ഇസ് ദിസ് എം ആൻഡ് വാട്ട് ഇസ് ദിസ് എ? ദിസ് ഇസ് ദ മാസ് ഓഫ് ദി ബോഡി ആൻഡ് എ ഇസ് ദി ആക്സിലറേഷൻ. ഈ കേസിൽ വരുമ്പോഴത്തേക്കും നമുക്കപ്പോൾ ആക്സിലറേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, എ ഇസ് ഈക്വലൻ ടു എഫ് ബൈ എം അല്ലേ. എഫ് എന്താണ് ഇവിടെ, ജി എം എം ബൈ ആർ സ്ക്വയർ ആണല്ലോ. ഓക്കെ, സോ ഇത് നമുക്ക് എന്ത് ബൈ എം എന്ന് വരും. സോ ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഈ എമ്മും കൂടെ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കി പോയിട്ട് നമുക്ക് എന്ത് കിട്ടും, ജി എം ബൈ ആർ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, ക്ലിയർ ദിസ് മച്ച്. സോ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഇത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ജി എന്ന് പറയുന്ന യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻ്റ് ആണ്, വിച്ച് 6.67 × 10⁻⁻11 എന്നുള്ളത്. ഇതിനകത്ത് എം എന്ന് പറയുന്ന ക്യാപിറ്റൽ ലെറ്റർ എം ആണ്, വിച്ച് ഇസ് ദ മാസ് ഓഫ് ദി എർത്ത്, വിച്ച് ഇസ് ഓൾസോ എ കോൺസ്റ്റൻറ്റ്. ആർ എന്ന് പറയുന്ന റേഡിയസ് ഓഫ് ദി എർത്ത്, വിച്ച് ഇസ് ഓൾസോ എ കോൺസ്റ്റൻറ്റ് അല്ലേ. സോ ഇതെല്ലാം ഒരു കൂടിയിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ വി വിൽ ഗെറ്റ് ദ വാല്യൂ നിയർലി ടു ബി 9.8 m/s². ആൻഡ് ദിസ് ഈസ് ആക്ച്വലി നോൺ ആസ് ദി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വേറെ ഒന്നിലും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. മാസ്, എർത്തിൻ്റെ മാസ്, എർത്തിൻ്റെ റേഡിയസ്, അതേപോലെ തന്നെ ജിയുടെ വാല്യൂ വിച്ച് ഇസ് എ കോൺസ്റ്റൻറ്റ്. ഇതിനെ മാത്രമേ എന്ത് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അതായത് ഏത് ഒബ്ജക്റ്റ് എടുത്താലും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി സെയിം ആയിരിക്കും. എഗെയിൻ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട കാര്യം, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി, 9.8 m/s² എന്ന് കിട്ടി. ഇതെല്ലായിടത്തും എക്സാക്ട്ലി അത് തന്നെ ആയിരിക്കണം എന്നില്ല. ബിക്കോസ് എന്താ, എഗെയിൻ എർത്ത് എന്ന് പറയുന്ന ഒരു കംപ്ലീറ്റ് സ്ഫിയർ അല്ല, അതിന് എന്തുണ്ട്, വേരിയേഷൻസ് ഉണ്ട്. സോ നേരത്തെ പറഞ്ഞ പോലെ പോൾസിലായിരിക്കും ഏറ്റവും കൂടുതൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഉണ്ടാവുക, അതേസമയം ഇക്വേറ്ററിലായിരിക്കും കുറവുണ്ടാവുക. സോ this is indicated by the small letter g. So small letter g is equal to gm by r square, where m is the mass of the earth and r is the radius of the earth, and it is independent of the mass. എന്ന് വെച്ചാൽ എന്താ, ഏത് ഒബ്ജക്റ്റ് എടുത്താലും, എത്ര കനം കൂടിയ ഒബ്ജക്റ്റ് എടുത്താലും കനം കുറഞ്ഞ ഒബ്ജക്റ്റ് എടുത്താലും എന്തായിരിക്കും, അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആക്സിലറേഷൻ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ക്ലിയർ? നൗ ലെറ്റ്സ് മൂവ് ഓൺ. ഓക്കെ, ദാറ്റ്സ് വി ഡിസ്കസ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. നമ്മളിപ്പോൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, which is g, small letter g is equal to capital letter G m by r square, where g is the gravitational constant. Value എത്രയാ, 6.67 × 10⁻⁻11 Nm², kilogram square. അതേസമയം മാസ് ഓഫ് ദി എർത്ത് ഒരു കോൺസ്റ്റൻ്റ് ആണ്, അത് നമുക്കറിയാം. എർത്തിൻ്റെ അതായത് റേഡിയസും എന്താണ്, കോൺസ്റ്റൻ്റ് ആണ്. സോ അത് നമുക്ക് എന്തായി, ഇതെല്ലാം കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ജിയുടെ വാല്യൂ കിട്ടുന്നത് 9.8 × 9.8 m/s² ആണ്. എഗെയിൻ നേരത്തെ പറഞ്ഞതുപോലെ ഇക്വേറ്ററിലും പോൾസിലും വരുമ്പോൾ ഉള്ള വേരിയേഷൻസ് ഉണ്ട്. അതർവൈസ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്താണ്, കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്, അത് മാസിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ. നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാല്യൂ ഓഫ് ജി ഓൺ മൂൺ ആണ്. നമ്മളിവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ല, നമ്മൾ മൂണിൽ എക്സ്പീരിയൻസ് ചെയ്യുക. മൂണിൽ നമ്മൾ ഇതിനെ 1/6 ആകെ 1/6 നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, എക്സ്പീരിയൻസ് ചെയ്യുന്നുള്ളൂ. 1/6 ആണ് മൂണിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എക്സ്പീരിയൻസ് ചെയ്യുക. എർത്തിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നതിൻ്റെ 1/6 മാത്രമേ എന്തിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നുള്ളൂ, മൂണിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നുള്ളൂ. നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ്, മാസ് ആൻഡ് വെയ്റ്റ്. ഇത് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഇത് രണ്ടും നമുക്കറിയാം, നമ്മൾ തൂക്കം അളക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന രണ്ട് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. ഒന്ന് കോമൺ ബാലൻസ് ആണ്, മറ്റേത് സ്പ്രിംഗ് ബാലൻസ് ആണ്. എന്താണ് തമ്മിലുള്ള വ്യത്യാസം, എന്ത് ടേംസിലാണ് ഇത് വ്യത്യാസം വരുന്നത് എന്നുള്ളത്. സോ ഇത് ആക്ച്വലി യൂസ് ചെയ്യുന്നത് മാസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്ത് സാധനം, ഈ പറഞ്ഞ കോമൺ ബാലൻസ്.
അതേസമയം ഈ പറഞ്ഞ സ്പ്രിംഗ് ബാലൻസ് യൂസ് ചെയ്യുന്നത് എന്ത് മെഷർ ചെയ്യാനാണ്? ഈ പറഞ്ഞ സ്പ്രിംഗ് ബാലൻസ് യൂസ് ചെയ്യുന്ന എന്ത് മെഷർ ചെയ്യാനാണ്? വി ആർ ഗോയിങ് ടു യൂസ് ഇറ്റ് ടു മെഷർ ദ വെയിറ്റ്. ഇത് വെയിറ്റ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. സോ മാസും വെയിറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താ? മാസ് എന്ന് വെച്ചാൽ എത്ര എമൗണ്ട് ഓഫ് മാറ്റർ അതിനകത്തുണ്ട്. ദ എമൗണ്ട് ഓഫ് മാറ്റർ പ്രസൻറ്റ് ഇൻ എ ബോഡി ഇസ് ആക്ച്വലി ടേംഡ് ആസ് മാസ് വിച്ച് ഇസ് എ കോൺസ്റ്റൻറ്റ്. അതിപ്പോൾ ഞാൻ എവിടെ പോയി മെഷർ ചെയ്താലും മാസ് എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് തന്നെയാണ്. പക്ഷേ വെയിറ്റ് അത് വ്യത്യാസമുണ്ട്. വെയിറ്റ് എന്ന് വെച്ചാൽ എന്താ? നമ്മൾ ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോയിൽ പഠിച്ചു F is equal to ma അല്ലേ? ഈ കേസിൽ വരുമ്പോൾ F is equal to mg. ഓക്കെ, സോ ഇത് എന്ന് പറയുന്നത് ഈ എം ജി ആണ് ഈ പറഞ്ഞ സ്പ്രിംഗ് ബാലൻസ് മെഷർ ചെയ്യുന്നത്. അതായത് ഇറ്റ് ഈസ് ദ ആക്ച്വൽ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ എർത്തിൻ്റെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് നമ്മളൊരു സ്പ്രിംഗ് ബാലൻസിൽ വരുമ്പോൾ മെഷർ ചെയ്യുന്നത്. സോ വെയിറ്റ് എന്ന് പറയുന്നത് ദ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ എർത്ത് ഓൺ ആൻ ഒബ്ജെക്റ്റ്, അല്ലെങ്കിൽ തിരിച്ച് അങ്ങനെയാണ് നമ്മൾ എന്തെന്ന് പറയുക ഈ പറഞ്ഞ വെയിറ്റ് എന്ന് പറയുന്നത്. അതൊരു ഫോഴ്സാണ്. സോ ആ ഫോഴ്സ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? ദ യൂണിറ്റ് ഓഫ് ഫോഴ്സസ് ന്യൂട്ടൺ. ന്യൂട്ടൺ ആണ് അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ദിസ് മച്ച്? ഇത്രയും മനസ്സിലായല്ലോ. Now let's move on to the last and final topic, free fall. എന്താണ് ഫ്രീ ഫോൾ എന്ന് വെച്ചാൽ? ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസിൽ മാത്രം ഒരു ഒബ്ജക്റ്റ് വീഴുവാണെങ്കിലാണ് നമ്മളതിനെ ഫ്രീ ഫോൾ എന്ന് വിളിക്കുന്നത്. നേരത്തെ നമ്മൾ പഠിച്ചപ്പോൾ പറഞ്ഞു, ഇപ്പോൾ gm/r² എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ് അല്ലേ? അതായത് gm/r² എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് ആണ്. അതൊരു വസ്തുവിൻ്റെ മാസിനെയോ ഒന്നിനെയോ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഞാനിപ്പോൾ ഒരു സ്റ്റോൺ എടുത്തു, ഒരു ഫെദർ എടുത്തു, രണ്ട് കേസ് എടുത്തിട്ട് ഞാൻ താഴത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ രണ്ടും ഒരേ സമയത്ത് പതിക്കില്ല. കാര്യം എന്താ? പക്ഷേ ഒരെണ്ണം വെയിറ്റ് ഉള്ളതായിരിക്കും ചിലപ്പോൾ ആദ്യം വീഴുക, സ്റ്റോൺ ആയിരിക്കും താഴത്തേക്ക് വീഴുക, ഫെദർ കുറച്ചും കൂടി കഴിഞ്ഞിട്ട്. സോ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ അല്ലേ? അതെന്തുകൊണ്ട് ആ വേരിയേഷൻ വരുന്നത്? ബിക്കോസ് അവിടെ എയർ റെസിസ്റ്റൻസ് ഉള്ളത് കൊണ്ടിട്ട്. ഇപ്പോൾ എയറൊക്കെ നമ്മൾ മാറ്റി അതിന് ഇവാക്യുവേറ്റ് ചെയ്ത് എയറിൻ്റെ പ്രസൻസ് ഇല്ല, അതൊരു വാക്വമാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ രണ്ട് ഒബ്ജക്റ്റും ഒരേ സമയം താഴത്തേക്ക് വീഴും. അതിനെയാണ് നമ്മൾ ഫ്രീ ഫോൾ എന്ന് പറയുന്നത്. വേറെ ഒന്നിൻ്റെയും പ്രസൻസിലില്ലാണ്ട് ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസിൽ മാത്രമായിട്ട് ഒരു വസ്തു താഴത്തേക്ക് വീഴുമ്പോഴാണ് അതിനെ എന്തെന്ന് വിളിക്കുന്നത്? ഫ്രീ ഫോൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇസ് ദിസ് മച്ച് ക്ലിയർ? സോ നമ്മൾ ഈ ചാപ്റ്ററിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്? ഗ്രാവിറ്റേഷൻ ഡിസ്കസ് ചെയ്തു, കുറച്ച് എക്സാമ്പിൾസ് ഡിസ്കസ് ചെയ്തു, ഗ്രാവിറ്റി, ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ വേരിയേഷൻസ് പറഞ്ഞു, ഫ്രീ ഫോൾ എന്താണെന്ന് പറഞ്ഞു. ഓക്കെ, സോ ഇതിൻ്റെ നെക്സ്റ്റ് ക്ലാസ് ആയിട്ട് നമുക്കിനി വരും ദിവസങ്ങളിൽ കാണാം. Till then, bye. Thank you. Manorama Horizon. Learning made simple.